ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്. നമസ്കാരം. ജില്ലാ വാർത്തകൾ. ഇന്ന് സമൂഹം നേരിടുന്ന പ്രധാന പ്രശ്നം മാലിന്യമാണ്. ഈ പ്രശ്നത്തിന് കാരണം നമ്മൾ തന്നെയാണ് എന്നത് നമുക്കറിയാവുന്ന സത്യം. എന്നാൽ ഇത് തിരുത്താൻ മലയാളികൾ തയ്യാറാവുന്നില്ല. എല്ലാം സർക്കാരിന്റെയും അധികാരികളുടെയും തലയിൽ കെട്ടിവെക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. ഇത് മാറേണ്ടിയിരിക്കുന്നു. നമ്മുടെ വീട്ടിലെ മാലിന്യങ്ങൾ നമുക്ക് തന്നെ സംസ്കരിക്കാൻ സാധിക്കണം. ഇല്ലെങ്കിൽ കേരളം മാലിന്യ കേരളമായി മാറും എന്ന് ഓർമ്മപ്പെടുത്തുന്നു. പ്രധാന വാർത്തകളിലേക്ക്. ഷഹീദ് ബാവ കൊലക്കേസ് 14 പ്രതികൾ കുറ്റക്കാർ. 5 പേരെ കോടതി വെറുതെ വിട്ടു. ശിക്ഷ വ്യാഴാഴ്ച വിധിക്കും. കേരളം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ ഓരോ വീട്ടിലെയും മാലിന്യങ്ങൾ അവിടെ തന്നെ സംസ്കരിക്കാൻ സാധിക്കണമെന്ന് MP MK രാഘവൻ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പിടിപ്പുകേടും ധൂർത്തും അഴിമതിയുമാണ് ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. വാർത്തകൾ വിശദമായി. ഷഹീദ് ബാവ കൊലക്കേസിൽ 14 പ്രതികൾ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. 5 പ്രതികളെ കോടതി വെറുതെ വിട്ടു. മാറാട് പ്രത്യേക കോടതി ജഡ്ജി S കൃഷ്ണകുമാറാണ് വിധി പറഞ്ഞത്. ശിക്ഷ വ്യാഴാഴ്ച രാവിലെ 11-ന് വിധിക്കും. കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ഷഹീദ് ബാവ കൊലക്കേസിലെ 14 പ്രതികളെയാണ് എരഞ്ഞിപ്പാലത്തെ പ്രത്യേക കോടതി കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത്. 5 പ്രതികളെ കുറ്റക്കാരല്ലെന്ന് കണ്ടെത്തി കോടതി വെറുതെ വിട്ടു. മാറാട് പ്രത്യേക കോടതി ജഡ്ജ് S കൃഷ്ണകുമാറാണ് വിധി പറഞ്ഞത്. കുറ്റക്കാർക്കുള്ള ശിക്ഷ വ്യാഴാഴ്ച 11-ന് വിധിക്കും. കോടതി 9 പ്രതികളെ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി. 5 പേരെ കുറ്റക്കാരല്ല എന്ന് കണ്ടെത്തി വെറുതെ വിട്ടയച്ചു. ശിക്ഷാവിധി നാളെ പ്രഖ്യാപിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പ്രോസിക്യൂഷന് സാക്ഷികളായി പ്രധാനമായി 2 പേര്, ഐ വിറ്റ്നസ്സായി 2 പേരുണ്ടായിരുന്നു. തൊട്ടടുത്ത വീട്ടിലുണ്ടായിരുന്ന 2 ആളുകളുണ്ടായിരുന്നു. 42ഓളം സാക്ഷികളെ വിസ്തരിച്ചു പ്രോസിക്യൂഷൻ. അതിൽ ചില ആളുകൾ കൂറുമാറിയിട്ടുണ്ടായിരുന്നു. എങ്കിലും പ്രധാനപ്പെട്ട സാക്ഷികളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കോടതിക്ക് 9 പേരെ കുറ്റക്കാരാണെന്ന് കണ്ടെത്താൻ സഹായകമാവുകയാണ് ഉണ്ടായത്. 2011 നവംബർ 10-നാണ് കൊടിയത്തൂർ പഞ്ചായത്തിലെ ചുള്ളിക്കാപ്പറമ്പ് സ്വദേശി തേലേരി വീട്ടിൽ ഷഹീദ് ബാവ സദാചാര പോലീസ് ക്രിമിനലുകളുടെ മർദ്ദനത്തിൽ കൊല്ലപ്പെട്ടത്. കൊടിയത്തൂരിലെ യുവതിയും മകളും തനിച്ച് താമസിക്കുന്ന വീട്ടിൽ അസമയങ്ങളിൽ ഷഹീദ് ബാവ സന്ദർശിക്കുന്നതായി ആരോപിച്ചായിരുന്നു മർദ്ദനം. സംഭവത്തിൽ 15 പേർക്കെതിരെയാണ് പോലീസ് കുറ്റം ചുമത്തിയത്. പ്രതികളിൽ ഒരാളായ ഫായിസ് ഇപ്പോഴും ഒളിവിലാണ്. കൊടിയത്തൂർ സ്വദേശികളായ അബ്ദുൾ റഹ്മാൻ 1-ാം പ്രതിയും ഓട്ടോറിക്ഷ ഡ്രൈവർ കോട്ടമൽ നാസർ 2-ാം പ്രതിയുമാണ്. കോട്ടമൽ മുർഷിദ്, കുയിൽ ഇർഷാദ്, കുയിൽ അയൂബ്, കൊളായിൽ ഷാഹുൽ ഹമീദ്, ജാഫർ, കളത്തിങ്കൽ നാജിദ്, പത്തേക്കടവ് റാഷിദ്, മാളിയേക്കൽ ഫയാസ്, കണ്ണാടിക്കൽ മുഹമ്മദ് സലീം, അബ്ദുൾ കരീം എന്നിവരാണ് മറ്റു പ്രതികൾ. ഇതിൽ 5 പ്രതികൾ കൊലപാതകവും ഗൂഢാലോചനയിലും പങ്കാളികളാണെന്ന് കോടതി കണ്ടെത്തി. 4 പ്രതികൾ കൊലപാതകത്തിന് നേതൃത്വം നൽകിയവരും. അഡ്വക്കേറ്റ് N ഭാസ്കരൻ, ജോജോ ചാക്കോ എന്നിവരാണ് പബ്ലിക് പ്രോസിക്യൂട്ടർമാർ. അഡ്വക്കേറ്റ്മാരായ ഹരി, ശ്രീകാന്ത് നായർ, രവി എന്നിവരാണ് പ്രതിഭാഗത്തിനു വേണ്ടി ഹാജരായ വക്കീലന്മാർ. UDF സർക്കാരിന്റെ നികുതി കൊള്ളയ്ക്കെതിരെ LDF നേതൃത്വത്തിൽ ജനകീയ കൂട്ടായ്മ സംഘടിപ്പിച്ചു. കളക്ടറേറ്റ് പരിസരത്ത് നടന്ന കൂട്ടായ്മ പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പിടിപ്പുകേടും ധൂർത്തും അഴിമതിയുമാണ് ഇപ്പോഴുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് കോടിയേരി പറഞ്ഞു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പിടിപ്പുകേടും ധൂർത്തും അഴിമതിയുമാണ് ഇപ്പോഴുള്ള സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ. നികുതി വർധനവ് കേരളത്തിലെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കരുതെന്നും കോടിയേരി പറഞ്ഞു. UDF സർക്കാരിന്റെ നികുതി കൊള്ളയ്ക്കെതിരെ LDF നേതൃത്വത്തിൽ കലക്ടറേറ്റിന് മുമ്പിൽ സംഘടിപ്പിച്ച ജനകീയ കൂട്ടായ്മ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇങ്ങനൊരു വർധനവ് വേണമെന്ന് ഗവൺമെന്റ് ഉദ്ദേശമുണ്ടായിരുന്നുവെങ്കിൽ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോഴല്ലേ ധനകാര്യ ബില്ലിനകത്ത് ഈ പരിഷ്കരണം കൊണ്ടുവരേണ്ടിയിരുന്നത്? ഈ 6 മാസം മുമ്പ് ഇല്ലാത്തൊരു പ്രതിസന്ധി
ഇപ്പോൾ എങ്ങനെയാണ് വന്നു ചേർന്നത്? ഇത് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പിടിപ്പുകേട് കൊണ്ടോ അഴിമതി കൊണ്ടോ ധൂർത്തും കാരണമാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി കേരളത്തിലുണ്ടായത്. ഈ പ്രതിസന്ധിയുടെ ഉത്തരവാദിത്വം കേരളത്തിലെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാൻ പാടില്ല. CPI ജില്ലാ സെക്രട്ടറി IV ശശാങ്കൻ, P മോഹനൻ മാസ്റ്റർ, സത്യൻ മൊഗേരി, അഡ്വക്കേറ്റ് P സതീദേവി, MK പ്രേംനാഥ്, VC ചാണ്ടി മാസ്റ്റർ, ജോബ് കാട്ടൂർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാനത്തെ 14 കേന്ദ്രങ്ങളിലാണ് കൂട്ടായ്മ സംഘടിപ്പിച്ചത്. RMP നേതാവ് വേണുവിന് വീണ്ടും വധഭീഷണി. ഇത്തവണ ആയഞ്ചേരിയിൽ പോസ്റ്റ് ചെയ്ത കത്തിലാണ് ഭീഷണി സ്വരം. ഇടച്ചേരി പോലീസിൽ പരാതി നൽകി. റവല്യൂഷണറി മാർക്സിസ്റ്റ് പാർട്ടി നേതാവ് N വേണുവിന് വീണ്ടും വധഭീഷണി. വേണു എടച്ചേരി പോലീസ് പരാതി നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ആയഞ്ചേരിയിൽ നിന്നും പോസ്റ്റ് ചെയ്ത കത്താണ് വേണുവിന് ലഭിച്ചത്. CPM-എതിരെയുള്ള പ്രവർത്തനം അവസാനിപ്പിച്ചില്ലെങ്കിൽ ചന്ദ്രശേഖരന്റെയും മനോജിന്റെയും ഗതി വരുമെന്നാണ് ഭീഷണി കത്തിലുള്ളത്. ഇതേക്കുറിച്ച് വേണു: കത്തിൽ സതീദേവിയെ തോൽപ്പിച്ചതിന്റെ ഫലം ചന്ദ്രശേഖരൻ അനുഭവിച്ചു. അതുപോലെ ഒഞ്ചിയം ബാങ്കിന്റെ, ഇപ്പൊ ചോറോട് ബാങ്കിന്റെ പ്രശ്നത്തിൽ നീയും അത്തരം കളിയാണ് കളിക്കുന്നത്, അതുകൊണ്ട് നിന്നെയും അവസാനിപ്പിക്കും. ജയരാജനെയും ജയനെയും ആക്രമിച്ചിട്ട് ഒരാളെ പോലും നിങ്ങൾക്ക് പിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. CBI അല്ല ഏത് പുല്ലന്വേഷിച്ചാലും ഞങ്ങളെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ചന്ദ്രശേഖരൻ 51 വെട്ടാണെങ്കിൽ നിന്നെ 101 വെട്ടി അതേ ഗതി തന്നെയാണ് നിനക്കും വരിക എന്ന രൂപത്തിലുള്ള ഭീഷണിയാണ് കത്തിൽ സൂചിപ്പിച്ചത്. ചന്ദ്രശേഖരന് 51 വെട്ടാണെങ്കിൽ വേണുവിന് 100 വെട്ടാവും. CPM-ന്റെ ഔദാര്യം കൊണ്ടാണ് ജീവിക്കുന്നതെന്ന ഓർമ്മ വേണമെന്നും കത്തിലുണ്ട്. മുൻപും വേണുവിന് ഇത്തരത്തിൽ ഭീഷണിയുണ്ടായിരുന്നു. കേരളം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നം മാലിന്യമാണെന്നും ഇത് പരിഹരിക്കണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലെ മാലിന്യം നമ്മൾ തന്നെ സംസ്കരിക്കുകയാണെന്നും MK രാഘവൻ MP. ദേശീയ ശുചിത്വ ക്യാമ്പയിന്റെ ഭാഗമായി നടക്കുന്ന ശുചിത്വ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കളക്ടറേറ്റ് പരിസരത്ത് നിർവഹിച്ചുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നം മാലിന്യമാണെന്നും ഈ പ്രശ്നത്തിന് പരിഹാരം കാണണമെങ്കിൽ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലെ മാലിന്യം നമുക്ക് തന്നെ സംസ്കരിക്കാൻ സാധിക്കണമെന്ന് MK രാഘവൻ MP പറഞ്ഞു. ഇത് ഒരു ദൌത്യമായും കൃത്യമായും ചെയ്യാൻ സാധിക്കണമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗാന്ധി ജയന്തി വാരാഘോഷത്തിന്റെയും നവംബർ 1 വരെ നടക്കുന്ന ദേശീയ ശുചിത്വ ക്യാമ്പയിന്റെയും ഭാഗമായി സംഘടിപ്പിച്ച ശുചിത്വ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം കോഴിക്കോട് കളക്ടറേറ്റ് പരിസരത്ത് നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്നിപ്പോ പലപ്പോഴുള്ള അവസ്ഥ എന്ന് പറഞ്ഞാൽ ഈ പലപ്പോഴും പ്രസംഗിക്കുന്ന ഞാൻ ഉൾപ്പെടെ പലരും ചെയ്യാത്ത കാര്യങ്ങളാണ് നിങ്ങളോട് ചെയ്യാൻ വേണ്ടി പറയുന്നത് പലപ്പോഴും. അപ്പോൾ കേരളത്തിലെയും ഇന്ത്യയിലെയും ഗവൺമെന്റുകൾ, ജനങ്ങൾ, രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ എടുത്ത നിലപാടെന്ന് പറയുന്നത് ഇതൊരു യുദ്ധകാലടിസ്ഥാനം എന്ന പോലെ ഈ വിഷയത്തിൽ പരിഹാരമുണ്ടാക്കാൻ നാം സ്വയം തീരുമാനിക്കണം. തീർച്ചയായും ഇതൊരു നമുക്കെല്ലാം ഒരു മോഡലായി ഇത് മാറണം. നമ്മളെല്ലാം ഈ കാര്യത്തിൽ തീരുമാനമെടുക്കണം. ഫ്ലെക്സ് നിരോധിച്ചു നല്ല കാര്യമാണ്. എല്ലാ കാര്യങ്ങളും നമ്മുടെ ചുറ്റും നമുക്ക് ആദ്യം വൃത്തിയാക്കാം. PRD ഡെപ്യൂട്ടി ഡയറക്ടർ T വേലായുധൻ അധ്യക്ഷനായിരുന്നു. ADM K രാധാകൃഷ്ണൻ, ഇൻഫർമേഷൻ ഓഫീസർ ഖാദർ പാലാഴി, സർവീസ് സംഘടനാ നേതാക്കൾ എന്നിവർ സംബന്ധിച്ചു. ശുചിത്വ പരിപാടിയുടെ ഭാഗമായി സിവിൽ സ്റ്റേഷൻ പരിസരം ശുചീകരിച്ചു. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകൾ, NCC കേഡറ്റുകൾ, യൂത്ത് ക്ലബ് പ്രവർത്തകർ, ജീവനക്കാർ എന്നിവർ ശുചീകരണ പ്രവൃത്തിയിൽ പങ്കാളികളായി. കായിക മേഖലയിൽ നേട്ടങ്ങൾ ഉണ്ടാവാൻ നമുക്കാവശ്യം വിദേശ കോച്ചുകളല്ല, മറിച്ച് പരിശീലനത്തിനുള്ള സൗകര്യങ്ങളാണെന്ന് ഒളിമ്പ്യൻ PT ഉഷ. ഇഞ്ചിയോൺ ഏഷ്യൻ ഗെയിംസിൽ താൻ നേടിയ മെഡലിന് ഉഷ സ്കൂളിന്റെ വിയർപ്പിന്റെ ഗന്ധമാണെന്ന് ടിൻഡു ലോക്കയും കൂട്ടിച്ചേർത്തു. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു ഇരുവരും. തദ്ദേശീയരായ കോച്ചുകളുടെ അഭാവമല്ല രാജ്യത്തെ കായിക മേഖല നേരിടുന്ന പ്രധാന പ്രശ്നമെന്ന് ഒളിമ്പ്യൻ PT ഉഷ പറഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങളുടെ അഭാവമാണ് നമ്മുടെ കായിക താരങ്ങൾ നേരിടുന്ന പ്രധാന പ്രശ്നം. അന്താരാഷ്ട്ര തലത്തിൽ മെഡലുകൾ നേടുന്നത് കേവലം ഏതാനും ദിവസങ്ങളിലെ പരിശീലനത്തിലൂടെയല്ല, മറിച്ച് വർഷങ്ങൾ നീണ്ട തയ്യാറെടുപ്പോടെയാണ്. ഇത്തരത്തിലുള്ള തയ്യാറെടുപ്പുകൾക്കും പരിശീലനത്തിനും സാമ്പത്തിക ഞെരുക്കം പ്രധാന തടസ്സമാവുകയാണെന്ന് ഉഷ പറഞ്ഞു. വിദേശ കോച്ചുകൾക്കു കീഴിൽ പരിശീലിച്ച് ഒന്നുമല്ലാതായിപ്പോയവർ ഒരുപാടുണ്ട്. അത്തരമൊന്ന് ടിൻഡുവിന്റെ കാര്യത്തിൽ ആഗ്രഹിക്കുന്നില്ല. 6-8 ലക്ഷം രൂപ വിദേശ കോച്ചിനും റിക്കവറി എക്സ്പെർട്ടിനും കൊടുക്കുമ്പോൾ 450 രൂപയാണ് ഉഷ സ്കൂളിലെ കോച്ചിന് ലഭിക്കുന്നത്. സാമ്പത്തിക ഞെരുക്കം കാരണം വലിയ പ്രയാസത്തിലാണ് സ്കൂളിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ മുന്നോട്ടു പോകുന്നതെന്നും ഉഷ പറഞ്ഞു. കാലിക്കറ്റ് പ്രസ് ക്ലബ്ബിൽ മുഖാമുഖം പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അവർ. ഇപ്പൊ നമുക്ക് ഫോറിൻ കോച്ചസിന്റെ കുറവില്ല. ഈ ഫോറിൻ കോച്ചസ് ഇന്ത്യയിലേക്ക് വരുമ്പോ ഒരൊറ്റ ഫോറിൻ കോച്ചസ് ഒറ്റയ്ക്ക് വന്നിട്ട് റിസൾട്ട് ഉണ്ടാക്കിയില്ല. ഇഞ്ചിയോൺ ഏഷ്യൻ ഗെയിംസിലെ മെഡലിന് ഉഷ സ്കൂളിലെ ഓരോരുത്തരുടെയും വിയർപ്പിന്റെ ഗന്ധമാണെന്ന് ടിൻഡു ലൂക്ക പറഞ്ഞു. പിന്നെ ഇപ്പൊ ശരിക്കും ഈ ഞങ്ങളുടെ ഈ മെഡൽ, എന്റെ ഈ മെഡല് ശരിക്കും ഉഷ സ്കൂൾ ഓരോരുത്തരുടെയും വിയർപ്പിന്റെ ഭാഗമാണ്. വിയർപ്പിന്റെ മണമുണ്ട് ശരിക്കും ഇതിന്.
അപ്പോൾ അവർക്കൊക്കെ ഒത്തിരി സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെ ഒരു വിജയത്തെ ഞങ്ങളോട് ഒത്തിരി നാളായി കാത്തിരിക്കുന്നു. 800 മീറ്ററിൽ സിൽവറായി പോയതിന്റെ സങ്കടവും വാശിയുമാണ് 4x400 മീറ്റർ റിലേയിൽ നിർണായക ലീഡിലേക്ക് എത്തിച്ചതെന്നും ടിൻഡു കൂട്ടിച്ചേർത്തു. പ്രസ് ക്ലബ് പ്രസിഡന്റ് കമാൽ വരദൂർ അധ്യക്ഷനായിരുന്നു. മുതിർന്ന ഫോട്ടോഗ്രാഫർ പി മുസ്തഫ ഇരുവർക്കും ഉപഹാരങ്ങൾ സമ്മാനിച്ചു. നിരക്ക് പുതുക്കിയെങ്കിലും അത് ഈടാക്കാൻ RTO അധികൃതർ അനുവദിക്കാത്തതിനെ ചൊല്ലി വടകരയിൽ ഓട്ടോ തൊഴിലാളികൾ മിന്നൽ പണിമുടക്ക് നടത്തി. പണിമുടക്കം റോഡ് ഉപരോധത്തിലെത്തിയപ്പോൾ പോലീസ് ഇടപെട്ടു. വടകരയിൽ ഓട്ടോറിക്ഷകളുടെ മിന്നൽ പണിമുടക്ക്. പുതുക്കിയ ചാർജ് വാങ്ങാൻ അനുവദിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് സമരം. രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ RTO അധികൃതർ യാത്രക്കാരോട് 15 രൂപ മാത്രം നൽകിയാൽ മതിയെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. ഇതിൽ റെയിൽവേ സ്റ്റേഷൻ പരിസരത്തെ ഓട്ടോ ഡ്രൈവർമാരാണ് ആദ്യം സമരം തുടങ്ങിയത്. തുടർന്ന് വടകര ടൗണിൽ ഓട്ടോ ഡ്രൈവർമാർ മിന്നൽ സമരം പ്രഖ്യാപിക്കുകയായിരുന്നു. പ്രതിഷേധക്കാർ നഗരത്തിൽ പ്രകടനം നടത്തി. പ്രകടനത്തിന് ശേഷം റോഡ് ഉപരോധിച്ചത് സംഘർഷാവസ്ഥ സൃഷ്ടിച്ചു. പോലീസ് എത്തിയാണ് സമരക്കാരെ റോഡിൽ നിന്നും നീക്കം ചെയ്തത്. വാർത്തകളിൽ ഇടവേള. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. പ്രീമിയർ ദ കിങ് ഓഫ് ഫുട്വെയർസ്. My daughter's happiness festival at Malabar Gold and Diamonds. അവളുടെ സന്തോഷം നിങ്ങളുടെ ആഘോഷം. വാർത്തകൾ തുടരുന്നു. കേരളത്തിൽ നിലവിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ താൽക്കാലികമാണെന്നും അതിന്റെ പേരിൽ വികസന പദ്ധതികൾ മാറ്റിവെക്കില്ലെന്നും മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ നിലവിലുള്ള സാമ്പത്തിക പ്രയാസങ്ങൾ താത്കാലികമാണെന്നും അതിന്റെ പേരിൽ വികസന പദ്ധതികൾ മാറ്റിവെക്കില്ലെന്നും പൊതുമരാമത്ത് മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞ് പറഞ്ഞു. ഒഞ്ചിയം ഗ്രാമപഞ്ചായത്തിന്റെ പുതിയ ഓഫീസ് കെട്ടിട ശിലാസ്ഥാപനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. പഞ്ചായത്ത് പ്രസിഡന്റ് P ജയരാജൻ നിർദ്ദേശിച്ച കണ്ണൂക്കര വെള്ളിക്കുളങ്ങര റോഡിന്റെ വികസന പദ്ധതി പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നില്ല. CK നാണു MLA അധ്യക്ഷത വഹിച്ചു. പാറക്കൽ അബ്ദുള്ള, N വേണു, P ജയരാജൻ, അഷ്റഫ് വട്ടച്ചാലിൽ, K ജാനു, PP അജിത, എടപ്പ രാഘവൻ, CK വിശ്വനാഥൻ, K ചന്ദ്രൻ, VP ഗോപാലകൃഷ്ണൻ, കോയിറ്റോടി ഗംഗാധരക്കുറുപ്പ്, ശ്രീധരൻ മടപ്പള്ളി, പുത്തലത്ത് പ്രദീപ് കുമാർ, സുധീർ മഠത്തിൽ, K ബാബുരാജൻ എന്നിവർ സംസാരിച്ചു. ഇഞ്ചിയോൾ ഏഷ്യൻ ഗെയിംസിൽ മെഡലുകൾ നേടിയ ടിൻഡു ലൂക്കയ്ക്കും പരിശീലക PT ഉഷയ്ക്കും ജന്മനാട്ടിൽ വൻ വരവേൽപ്പ്. കുടുംബാംഗങ്ങളും നാട്ടുകാരും ജനപ്രതിനിധികളും ചേർന്നാണ് ഇരുവരെയും സ്വീകരിച്ചത്. സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന സ്വീകരണ ചടങ്ങ് മേയർ AK പ്രേമജം ഉദ്ഘാടനം ചെയ്തു. ഏഷ്യൻ ഗെയിംസിൽ മെഡൽ നേടിയ ടിൻഡു ലൂക്കയ്ക്കും പരിശീലക PT ഉഷയ്ക്കും നാട്ടിൽ ആവേശകരമായ വരവേൽപ്പ്. ചൊവ്വാഴ്ച ഉച്ചയോടെ കരിപ്പൂർ വിമാനത്താവളത്തിൽ ഇരുവരെയും സ്വീകരിക്കാൻ നാട്ടുകാരും ജനപ്രതിനിധികളും കുടുംബാംഗങ്ങളും ഉണ്ടായിരുന്നു. തുടർന്ന് കോഴിക്കോട്ട് സ്പോർട്സ് കൌൺസിൽ സ്വീകരണമൊരുക്കി. വിമാനത്താവളത്തിൽ പുരുഷൻ കടലുണ്ടി MLA, പനങ്ങാട് പഞ്ചായത്ത് പ്രസിഡന്റ് ഇസ്മായിൽ കുറുമ്പൊയിൽ, അത്ലറ്റിക് അസോസിയേഷന്റെയും സ്പോർട്സ് കൌൺസിലിന്റെയും ഭാരവാഹികൾ എന്നിവരെത്തി. ഉഷയുടെ അമ്മ ലക്ഷ്മി, ഭർത്താവ് ശ്രീനിവാസൻ എന്നിവർക്കൊപ്പം ടിൻഡുവിന്റെ അച്ഛനമ്മമാരായ ലൂക്കയും ലിസിയും എത്തി. സെക്രട്ടറി PA അജനചന്ദ്രന്റെ നേതൃത്വത്തിൽ സ്കൂളിൽ നിന്നുള്ളവരും ഉണ്ടായിരുന്നു. ടിൻഡു ഒളിമ്പിക്സിൽ സ്വർണം നേടട്ടെ എന്നായിരുന്നു സ്പോർട്സ് കൌൺസിൽ നൽകിയ സ്വീകരണത്തിൽ പങ്കെടുത്തവരുടെ ആശംസ. ഉഷയ്ക്ക് നഷ്ടമായത് ശിക്ഷയ്ക്ക് കിട്ടണേയെന്ന് പ്രദീപ് കുമാർ MLA പറഞ്ഞു. ടിൻഡുവിന്റെ നേട്ടം അഭിമാനകരമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മേയർ AK പ്രേമജവും നേട്ടം വിലമതിക്കാനാവാത്തതാണെന്ന് അധ്യക്ഷനായ പുരുഷൻ കടലുണ്ടിയും പറഞ്ഞു. പ്രദീപ് കുമാർ MLA ഉപഹാരം നൽകി. മനോരമ മുൻ റെസിഡന്റ് എഡിറ്ററും കളിയെഴുത്തുകാരനുമായ K അബൂബക്കർ ടിൻഡുവിനെ പൊന്നാടി അണിയിച്ചു. PV ഗംഗാധരൻ ഉഷയെ ആദരിച്ചു. സൗദി ഇന്ത്യൻ ഫുട്ബോൾ അസോസിയേഷന്റെ ഉപഹാരം ഒളിമ്പിക്സ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി P ഹംസ നൽകി. TP ദാസൻ, M രാജൻ, VK തങ്കച്ചൻ, TV ബാലൻ, കട്ടയാട്ട് വേണുഗോപാലൻ, ഭാസി മലാപ്പറമ്പ്, PT ആസാദ്, CPM ഉസ്മാൻ കോയ എന്നിവർ സംസാരിച്ചു. സ്പോർട്സ് കൌൺസിൽ പ്രസിഡന്റ് KJ മത്തായി സ്വാഗതവും സെക്രട്ടറി KC മുഹമ്മദ് ബഷീർ നന്ദിയും പറഞ്ഞു. പാട്ടിന്റെ പെരുമഴ തീർത്ത് നഗരം MS ബാബുരാജിന്റെ ഓർമ്മ പുതുക്കി. സംഗീതം തെരുവിൽ നിന്ന് പിറവിയെടുക്കുമെന്ന് മലയാളികളെ പഠിപ്പിച്ച ബാബുരാജിന്റെ പാട്ടുകളുടെ മനോഹാരിത ആസ്വദിക്കാൻ വൻ ജനാവലിയാണ് ടൗൺ ഹാളിൽ എത്തിയത്. പാട്ടിന്റെ പെരുമഴ തീർത്ത് നഗരം MS ബാബുരാജിന്റെ ഓർമ്മ പുതുക്കി.
സംഗീതം തെരുവിൽ നിന്ന് പിറവിയെടുക്കുമെന്ന് മലയാളിയെ പഠിപ്പിച്ച ബാബുരാജിന്റെ പാട്ടുകളുടെ മനോഹാരിത ആസ്വദിക്കാൻ വൻ ജനാവലിയാണ് ടൗൺ ഹാളിൽ എത്തിച്ചേർന്നത്. ഒരുപിടി ജനപ്രിയ ഗാനങ്ങൾ കൊണ്ട് മലയാള സംഗീതത്തിൽ വേറിട്ട വഴിവെട്ടിയ ബാബുരാജിന്റെ അനുസ്മരണം ജില്ലാ കളക്ടർ CA ലത ഉദ്ഘാടനം ചെയ്തു. ബാബുരാജ് മരണമില്ലാത്ത ഗായകനാണെന്നും അദ്ദേഹത്തിന്റെ പാട്ടുകൾ നമുക്ക് വേണ്ടി ഈണം നൽകിയതാണെന്നും അവർ പറഞ്ഞു. നമ്മൾ അത് ആസ്വദിക്കുന്ന എന്തുകൊണ്ടാണ്? ആ ഈണങ്ങളിലെ ഒരു ഭാവം അത് നമ്മളിലേക്ക് എവിടെയൊക്കെ ഇറങ്ങി വരുന്നു. നമ്മൾക്ക് വേണ്ടി ഈണം നൽകിയതാണോ എന്നൊക്കെ ചില പാട്ടുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നാറുണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ശ്രീ ബാബുരാജിനെ നമ്മൾ വേണ്ട വിധം അത് ഓർക്കാനായിട്ടൊരു ചടങ്ങ് സംഘടിപ്പിക്കുന്നുവെങ്കിലും വേണ്ടത്ര പരിഗണന ലഭിക്കുന്നില്ല എന്ന് സ്വാഗത പ്രാസംഗികൻ പറഞ്ഞത് മനസ്സിലായി. ഡോക്ടർ കെ മൊയ്തു അധ്യക്ഷം വഹിച്ചു. TV ബാലൻ, ബാസി മലാപ്പറമ്പ്, SK സലാം തുടങ്ങിയവർ സംസാരിച്ചു. ബാബുരാജിന്റെ മകൻ ജബ്ബാറും മകൾ സാഹിറയും ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ബാബുരാജിന്റെ പേരക്കുട്ടി നിമിഷയുടെ ഗാനത്തോടെ പരിപാടികൾ ആരംഭിച്ചു. ഗായകരായ സതീഷ് ബാബു, അജിത്, കീർത്തന, ഗോപിക മേനോൻ, വിനോദ്, ശില്പ തുടങ്ങിയവരും ഗാനങ്ങൾ ആലപിച്ചു. ഓർമ്മകളുടെ ഓളങ്ങളിൽ തിരതല്ലി ജനമനസ്സുകളിലേക്ക് പ്രവാഹമായി പടർന്ന് ഒഴുകുകയായിരുന്നു ബാബുരാജിന്റെ ഗാനങ്ങൾ. ഉറൂബ് ജന്മശതാബ്ദിയുടെ ഭാഗമായി മലബാർ ക്രിസ്ത്യൻ കോളേജ് യൂണിയനും ഫിലിം ക്ലബ്ബും സംയുക്തമായി ഉറൂബിന്റെ തിരക്കഥകളെയും കൃതികളെയും കുറിച്ച് പ്രദർശനം നടത്തി. ഉറൂബ് ജന്മശതാബ്ദിയുടെ ഭാഗമായി മലബാർ ക്രിസ്ത്യൻ കോളേജ് യൂണിയനും ഫിലിം ക്ലബ്ബും സംയുക്തമായി ഉറൂബിന്റെ തിരക്കഥകളെയും കൃതികളെയും കുറിച്ച് പ്രദർശനം നടത്തി. മലബാർ ക്രിസ്ത്യൻ കോളേജ് ഓഡിറ്റോറിയത്തിൽ നീലക്കുയിലെ നീ എന്ന പേരിലാണ് പ്രദർശനം നടത്തിയത്. തിരക്കഥാകൃത്ത് ദീദി ദാമോദരൻ ഉദ്ഘാടനം ചെയ്ത ചടങ്ങിൽ ചരിത്ര വിഭാഗം അധ്യാപകൻ MC വസിഷ്ഠ് അധ്യക്ഷത വഹിച്ചു. തിരക്കഥയിലൂടെ നീലക്കുയിലിന് രാഷ്ട്രപതിയുടെ അവാർഡും ഉറൂബിന്റെ സുന്ദരികളും സുന്ദരന്മാരും എന്ന നോവലിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചു. പിറന്നാൾ സമ്മാനം എന്ന 16 കവിതകളടങ്ങിയ ഏക കവിതാ സമാഹാരം ഉറൂബ് എന്ന PC കുട്ടിക്കൃഷ്ണന് സാഹിത്യലോകത്തേക്ക് ജന്മം നൽകി. കമ്പൗണ്ടർ, അധ്യാപകൻ, ഗുമസ്തൻ, ബനിയൻ കമ്പനി സൂപ്പർവൈസർ എന്നീ മേഖലകളിൽ പ്രവർത്തിച്ച ഉറൂബ് 1975 കോഴിക്കോട് ആകാശവാണിയിൽ സ്റ്റാഫ് ആർട്ടിസ്റ്റായിരുന്നു. 1915 ജനുവരി 8 കരുണാകര മേനോന്റെയും പാറുക്കുട്ടിയമ്മയുടെയും മകനായി ജനിച്ച പരുത്തുള്ളി ചാലപ്പുറത്ത് കുട്ടിക്കൃഷ്ണന് വേണ്ടത്ര പ്രാധാന്യം നൽകാൻ വൈകിയോ എന്നത് ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുകയാണ്. എന്നിരുന്നാലും ഉറൂബിന്റെ സ്മരണാർത്ഥം ഒരു സാഹിത്യ മ്യൂസിയം കോഴിക്കോട് ആരംഭിക്കുമെന്ന പ്രതീക്ഷയിലാണ് സാഹിത്യലോകം. അതിന് മുഖ്യമന്ത്രി വേണ്ട സഹായ വാഗ്ദാനം നൽകിയതും പ്രതീക്ഷയേകുന്നു. വേറെ തരത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അവഗണന ഒന്നും പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവഗണന എന്ന് പറയുന്ന പുതിയതായിട്ടുള്ള വരുന്ന സാഹിത്യകാരന്മാർ ഒക്കെ ഈ സ്റ്റെപ്പുകൾ കയറിക്കൊണ്ട് തന്നെയാണ് വരുന്നത്. അവരൊക്കെ കൃത്യമായിട്ട് പഠിക്കുന്നുണ്ട്. പക്ഷേ അതേസമയത്ത് വേറെ ചില തലത്തിൽ സാധാരണ ജനങ്ങളുടെ ഇടയിലേക്കൊക്കെ എത്താൻ വേണ്ടി ഭരണകാലത്തിലൊക്കെ ഉള്ള ചില പ്രചാരണങ്ങളും ഇതൊക്കെ വേണം. അതിൻ്റെയൊക്കെ ഒരു കുറവ് ഫീൽ ചെയ്യുന്നുണ്ട്. ജീവിതത്തിലെ അസാധാരണതകളെ പകർത്തിവെക്കുന്നത് കൊണ്ട് മാത്രമല്ല, ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്ന അനുഭവങ്ങളെയും വ്യക്തിത്വങ്ങളെയും അന്വേഷിക്കുന്നതാണ് ഉറൂബിന്റെ മാസ്റ്റർ പീസ്. കെ കേളപ്പൻ സ്മാരക സമിതിയുടെ കേരള ഗാന്ധി പുരസ്കാരം കവയത്രി സുഗതകുമാരിക്ക് സമ്മാനിച്ചു. KP കേശവ മേനോൻ ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി രമേശ് ചെന്നിത്തല പുരസ്കാരം നൽകി. MP വീരേന്ദ്രകുമാർ പ്രശസ്തി പത്രം കൈമാറി. സ്വാതന്ത്ര്യ സമര സേനാനിയും സാമൂഹിക പരിഷ്കർത്താവും മുൻ KPCC പ്രസിഡന്റും മാതൃഭൂമി പത്രാധിപരുമായിരുന്ന പ്രമുഖ ഗാന്ധിയൻ കേരള ഗാന്ധി കെ കേളപ്പന്റെ സ്മരണാർത്ഥം കോഴിക്കോട് കെ കേളപ്പൻ സ്മാരക സമിതി ഏർപ്പെടുത്തിയ രണ്ടാമത് കേരള ഗാന്ധി പുരസ്കാരം പരിസ്ഥിതി സാമൂഹിക സാംസ്കാരിക പ്രവർത്തകയും കവയിത്രിയുമായ സുഗതകുമാരിക്ക് സമർപ്പിച്ചു. KP കേശവ മേനോൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സുഗതകുമാരിക്ക് പുരസ്കാരം സമ്മാനിച്ചു. മുൻ കേന്ദ്രമന്ത്രിയും എഴുത്തുകാരനുമായ MP വീരേന്ദ്രകുമാർ പ്രശസ്തി പത്രം സമർപ്പിച്ചു. 11,111 രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് കേരള ഗാന്ധി പുരസ്കാരം. പരിസ്ഥിതി സംരക്ഷണം, സാഹോദര്യം, ഗാന്ധിയൻ സാഹിത്യം, സാമൂഹികക്ഷേമം തുടങ്ങിയ വിവിധ മേഖലകളിൽ നടത്തിയ പ്രവർത്തനത്തിന് രമേശ് കാവിൽ, ഡോക്ടർ ദേവദാസ് ഗാന്ധി ഗ്രാമം, സുമ പള്ളിപ്പുറം എന്നിവരടങ്ങിയ ജൂറി കമ്മിറ്റിയാണ് സുഗതകുമാരിയെ കേരള ഗാന്ധി പുരസ്കാരത്തിന് തിരഞ്ഞെടുത്തത്. കേരളത്തിൽ താൻ ഉൾപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ കാലോചിതമായ മാറ്റത്തിന് തയ്യാറാവണമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു.
പല സാഹിത്യകാരന്മാരും അവരുടെ കഴിവുകൾ മറ്റു പലർക്കും അടിയറവ് വെച്ചിരിക്കുന്ന ഇക്കാലത്ത് സാമൂഹിക തിന്മകൾക്കെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന മഹത് വ്യക്തിത്വമാണ് സുഗതകുമാരിയുടേതെന്നും ചെന്നിത്തല ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. സമൂഹത്തിൽ ഇന്നുണ്ടായിക്കൊണ്ടിരിക്കുന്ന ഈ രൂപഭേദങ്ങൾ, ഈ മാറ്റങ്ങൾ കെ കേളപ്പൻ സ്മാരക സമിതി ചെയർമാൻ എൻ സുബ്രഹ്മണ്യൻ അധ്യക്ഷനായിരുന്നു. ജനറൽ കൺവീനർ സുനിൽ മടപ്പള്ളി, ജൂറി അംഗം രമേഷ് കാവിൽ, മോഹനൻ പാറക്കടവ്, NP ഹാഫിസ് മുഹമ്മദ്, KP സുധീര, P വാസു, ദേവദാസ് ഗാന്ധിഗ്രാമം, സുമ പള്ളിപ്രം, സുഗതകുമാരി, പപ്പൻ മൂടാടി, ശാരദ G നായർ എന്നിവർ സംസാരിച്ചു. കേരളവും ഇന്ത്യയും പേടിപ്പെടുത്തുന്ന ഭാവിയിലേക്ക് നീങ്ങുമ്പോൾ കവികളുടെയും എഴുത്തുകാരുടെയും വാക്കുകൾ ആരും കേൾക്കാത്ത അവസ്ഥയാണെന്ന് കവയിത്രി സുഗതകുമാരി മറുപടി പ്രസംഗത്തിൽ പറഞ്ഞു. വാർത്തകളിൽ മറ്റൊരു ഇടവേള കൂടി. വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. Premier, the king of footwears. High casual jewelry from Malabar Gold and Diamonds. ഓണാശംസകളോടെ മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. Celebrate the beauty of life. വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ. Premier, the king of footwears. വാർത്തകൾ തുടരുന്നു. നന്മണ്ട 13 നിയന്ത്രണം വിട്ട് ബസ് മറിഞ്ഞ് സ്ത്രീ മരിച്ചു. ഒട്ടേറെ പേർക്ക് പരിക്കേറ്റു. ചെറുവോട്ട് ഇറക്കത്തിന് സമീപമാണ് കിനാലൂരിൽ നിന്നും കോഴിക്കോട്ടേക്ക് പോകുന്ന സാൽവേഷൻ ബസ് അപകടത്തിൽപ്പെട്ടത്. നന്മണ്ട 13 നിയന്ത്രണം വിട്ട ബസ് മറിഞ്ഞ് സ്ത്രീ മരിച്ചു. ഒട്ടേറെ യാത്രക്കാർക്ക് പരിക്കേറ്റു. ചെറുവോട്ട് ഇറക്കത്തിന് സമീപം ചൊവ്വാഴ്ച വൈകിട്ടോടെയാണ് അപകടം നടന്നത്. കായണ്ണ വാളൂരിലെ തയ്യിൽ അഹമ്മദ് കുട്ടിയുടെ ഭാര്യ സുബേദയാണ് മരിച്ചത്. സാരമായി പരിക്കേറ്റ ഹരിത ചേളന്നൂർ, അബ്ദുൽ സലാം അറപ്പീടിക, ഗോപാലൻ കക്കോടി, ജമീല കാക്കൂർ, രാധ പൊയിൽത്താഴം നന്മണ്ട എന്നിവരെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും കാക്കൂർ വലിയ ചെത്തിൽ രജിത, മകൾ നന്ദന, നന്മണ്ട വാര്യമഠം ദീപ്തി, പാവണ്ടൂർ പന്നോളി വേലായുധൻ, ഭാര്യ ദേവി, മരുതോങ്കരം മുണ്ടേശ്വരം ഷാജി, അന്നശ്ശേരി എൻമച്ചൻകണ്ടി ഷിബിലി, നന്മണ്ട തയ്യുള്ളത്തിൽ ഭവ്യ, കാക്കൂർ സോപാനത്തിൽ കൃഷ്ണപ്രിയ, കിനാലൂർ എച്ചിങ്ങാപ്പൊയിലിൽ ഷിനോജ് എന്നിവരെ ബാലുശ്ശേരിയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. നിസാര പരിക്കേറ്റ 3 പേർ നന്മണ്ടയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടി. കിനാലൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് പോവുകയായിരുന്ന സാൽവേഷൻ ബസ്സാണ് അപകടത്തിൽപ്പെട്ടത്. ബസിന്റെ സാങ്കേതിക തകരാറാണ് അപകടത്തിനിടയാക്കിയതെന്ന് പറയുന്നു. എമർജൻസി വാതിൽ ഇല്ലാത്തത് പരിക്കേറ്റവരെ രക്ഷപ്പെടുത്തുന്നതിന് തടസ്സമായെന്ന് നാട്ടുകാർ ആരോപിച്ചു. ചെറുവോട് ഇറക്കത്തിന് സമീപമുള്ള ഒരു വീടിന്റെ മതിൽ തകർത്താണ് ബസ് മറിഞ്ഞത്. ഓടിക്കൂടിയ നാട്ടുകാർ ഏറെ പണിപ്പെട്ടാണ് അപകടത്തിൽപ്പെട്ടവരെ പുറത്തെത്തിച്ചത്. തയ്യിൽ അബ്ദുള്ളയുടെ മകളാണ് സുബൈദ. ചിന്തകൾക്ക് ഭാരം കൂടുമ്പോൾ മാനസിക ഘടന മാറുന്ന സയന്റിസ്റ്റുമാർ ഇന്ന് അന്ധവിശ്വാസങ്ങൾക്കിടയിൽ താഴ്ന്നു പോവുകയാണെന്ന് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് മുൻ പ്രൊഫസർ ഡോക്ടർ PT തോമസ്. പ്രശസ്ത ശാസ്ത്രജ്ഞൻ നീൽസ് ബോറിന്റെ ജന്മദിനാചരണത്തിന്റെ ഭാഗമായി ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റി സംഘടിപ്പിച്ച സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. പ്രശസ്ത ശാസ്ത്രജ്ഞൻ നീൽസ് ബോറിന്റെ ജന്മദിനാചരണത്തിന്റെ ഭാഗമായി ബ്രേക്ക് ത്രൂ സയൻസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സെമിനാർ സംഘടിപ്പിച്ചു. പരമാണുഘടനയും ജൈവകണവും എന്ന വിഷയത്തിൽ സ്പോർട്സ് കൌൺസിൽ ഹാളിൽ നടന്ന സെമിനാർ ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ മുൻ പ്രൊഫസർ ഡോക്ടർ PT തോമസ് ഉദ്ഘാടനം ചെയ്തു. ചിന്തകൾക്ക് ദൂരം കൂടുമ്പോൾ മാനസിക ഘടന മാറുന്ന സയന്റിസ്റ്റുമാർ ഇന്ന് അന്ധവിശ്വാസങ്ങൾക്കിടയിൽ താഴ്ന്നു പോവുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു. സദാചാര കർമ്മങ്ങൾക്കു വേണ്ടി ഇന്ന് രാജ്യം വൻ തുകയാണ് ചെലവാക്കുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അവിടെയൊന്നും നമുക്കൊരു ആയിട്ടൊരു തിയറി പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ചില പോസ്റ്റിലേറ്റിലാണ് ആദ്യം. ഡോക്ടർ M ജ്യോതിരാജ് അധ്യക്ഷം വഹിച്ചു. കണ്ണൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ ഫിസിക്സ് പ്രൊഫസർ KP സജി മുഖ്യപ്രഭാഷണം നടത്തി. BSS ജില്ലാ കമ്മിറ്റി മെമ്പർ C ഷീബ ടീച്ചർ, ജില്ലാ കമ്മിറ്റി അംഗം PK പ്രഭാഷ് എന്നിവർ സംസാരിച്ചു. കൊയിലാണ്ടി ഉപജില്ലാ ഗാന്ധി ജയന്തി വാരാഘോഷ സമാപനം കുറുവങ്ങാട് സെന്റർ UP സ്കൂളിൽ സംഘടിപ്പിച്ചു. കവി UK രാഘവൻ മാസ്റ്റർ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കൊയിലാണ്ടി ഉപജില്ലാ ഗാന്ധി ജയന്തി വാരാഘോഷ സമാപനം കുറുവങ്ങാട് സെന്റർ UP സ്കൂളിൽ സംഘടിപ്പിച്ചു. കവി UK രാഘവൻ മാസ്റ്റർ സമാപന പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. മാനുഷിക മൂല്യങ്ങൾ ഉണർത്തിക്കൊണ്ട് ഗാന്ധിജി ജീവിക്കുന്നു ഈ വാരാഘോഷം നടത്തുന്നത്. AEO മനോഹർ ജവഹർ മുഖ്യപ്രഭാഷണം നടത്തി. R സുബ്രഹ്മണ്യൻ നമ്പൂതിരി, നഗരസഭാ കൌൺസിലർ രജീഷ് വങ്ങളത്ത് കണ്ടി, PTA പ്രസിഡന്റ് ബിന്ദു ദേവരാജ്, HM ഫോറം കൺവീനർ ദേവദാസ്, സ്കൂൾ മാനേജർ ND മോഹനൻ നമ്പൂതിരി, മദർ PTA ചെയർപേഴ്സൺ RV വിനീത എന്നിവർ സംസാരിച്ചു. വാർത്തകൾ ചുരുക്കത്തിൽ.
കേരള ബ്രാഹ്മണ സഭയുടെ 44ാം സംസ്ഥാന സമ്മേളനം ഒക്ടോബർ 11, 12 തീയതികളിൽ കോഴിക്കോട്ട് നടക്കും. സാമൂതിരി KC ഉണ്ണിയനുജൻ രാജ ഭദ്രദീപം തെളിയിക്കും. സമ്മേളനം ബ്രാഹ്മണ സഭ സംസ്ഥാന പ്രസിഡന്റ് വി രാമലിംഗവും, പ്രതിനിധി സമ്മേളനം MK രാഘവൻ MP-യും, സമാപന സമ്മേളനം മന്ത്രി MK മുനീറും ഉദ്ഘാടനം ചെയ്യുമെന്ന് കേരള ബ്രാഹ്മണ സഭ ഭാരവാഹികൾ പറഞ്ഞു. സഹ്യപർവ്വതം സംരക്ഷിക്കുക എന്ന ആവശ്യമുയർത്തി പശ്ചിമഘട്ട പരിസ്ഥിതി സംരക്ഷണ സംസ്ഥാന സമ്മേളനം ഒക്ടോബർ 12-ന് കോഴിക്കോട് ടൗൺ ഹാളിൽ നടക്കും. പ്രമുഖ പ്രകൃതിപക്ഷ ചിന്തകൻ N. മോഹൻകുമാർ ഉദ്ഘാടനം ചെയ്യും. മുൻ MP PT തോമസ്, ഗോവ ഫൗണ്ടേഷൻ ചെയർമാൻ കുമാർ കലാനന്ദ് മണി, ഡോക്ടർ VS വിജയൻ എന്നിവർ മുഖ്യ വിഷയങ്ങൾ അവതരിപ്പിക്കും. കേരളത്തിലെ പരിസ്ഥിതി സംഘടക പ്രതിനിധികൾ പങ്കെടുക്കുമെന്ന് ഡോക്ടർ A. അച്യുതൻ, തായാട്ട് ബാലൻ തുടങ്ങിയവർ പറഞ്ഞു. ക്ലീൻ കേരള പദ്ധതിയുടെ ഭാഗമായി ഗാന്ധി ജയന്തി ദിനത്തിൽ കോർപ്പറേഷനിലെ 75 വാർഡുകളിൽ നിന്ന് ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങളുമായി ഈ റോഡിലെ റീസൈക്ലിംഗ് സെന്ററിലേക്ക് പോകുന്ന വാഹനം മേയർ AK പ്രേമജം ഫ്ളാഗ് ഓഫ് ചെയ്തു. കോർപ്പറേഷൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ പ്രൊജക്ട് എക്സിക്യൂട്ടീവ് സുധീഷ്, സീനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ M. ബാബു, ഹെൽത്ത് സൂപ്പർവൈസർ C. സുബ്രഹ്മണ്യൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ഗാന്ധി ജയന്തി ദിനത്തിൽ മാത്രം 2.5 ടൺ പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ശേഖരിച്ചത്. റെസിഡൻസ് അസോസിയേഷനുകളുടെയും പൊതുജനങ്ങളുടെയും നേതൃത്വത്തിലായിരുന്നു മാലിന്യങ്ങൾ ശേഖരിച്ചതും വേർതിരിച്ചതും. കേരളത്തിലെ എല്ലാ കോർപ്പറേഷനുകളിലും നടപ്പിലാക്കുന്ന പദ്ധതിയാണിത്. ഓട് വ്യവസായത്തിന്റെ പ്രതിസന്ധികൾക്കും പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുന്നതിനായി സത്വര നടപടികൾ ഉണ്ടാവണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേരള ഓട് വ്യവസായ സംരക്ഷണ സമിതി ഒക്ടോബർ 10-ന് കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ സംസ്ഥാന കൺവെൻഷൻ സംഘടിപ്പിക്കുന്നു. MK രാഘവൻ MP, എളമരം കരീം MLA, മേയർ AK പ്രേമജൻ തുടങ്ങിയവർ പങ്കെടുക്കുമെന്ന് സംഘടനാ ഭാരവാഹികൾ പറഞ്ഞു. മലബാർ മേഖലയിൽ കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കാരുണ്യതി സൊസൈറ്റി ഫോർ പുവർ ക്യാൻസർ പേഷ്യൻസ് എന്ന സംഘടനയുടെ ആഭിമുഖ്യത്തിൽ നടന്ന സാന്ത്വന കൂട്ടായ്മയിൽ പാവപ്പെട്ട 750 ക്യാൻസർ രോഗികൾക്ക് ഭക്ഷണ കിറ്റ് വിതരണം ചെയ്തു. അത്തോളി ഗവൺമെന്റ് LP സ്കൂളിൽ നടന്ന ചടങ്ങ് MLA പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. കാരുണ്യ പ്രസിഡന്റ് AM വേലായുധൻ അധ്യക്ഷം വഹിച്ചു. ബാബു പാടത്ത് അനുശോചനം രേഖപ്പെടുത്തി. ജീവൻ രക്ഷാ മരുന്നുകളുടെ വിലവർധന പിൻവലിക്കണമെന്ന് രോഗികളുടെ കൂട്ടായ്മ പ്രമേയത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. കോഴിക്കോട് കോർപ്പറേഷൻ കൌൺസിലർ സബിത കോടി, ചങ്ങോട്ടുകാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി വാളയിൽ, KC വേലായുധൻ, TK വിജയൻ മാസ്റ്റർ, ചെറിയാൻ തോട്ടുങ്കൽ, CM സത്യൻ, ഡോക്ടർ രഞ്ജിത്ത് C, റെജി CT എന്നിവർ സംസാരിച്ചു. ഉപജീവനത്തിനു വേണ്ടി ടിപ്പർ ലോറിയിൽ ജോലി ചെയ്യുന്ന തൊഴിലാളികളെ പീഡിപ്പിക്കുന്ന പോലീസ്, RTO, റവന്യൂ ഉദ്യോഗസ്ഥരുടെ നടപടിയിൽ പ്രതിഷേധിച്ച് ലോറി ടിപ്പർ എർത്ത് മൂവേഴ്സ് ബിൽഡിംഗ് മെറ്റീരിയൽസ് കോൺട്രാക്ടേഴ്സ് ആൻഡ് വർക്കേഴ്സ് യൂണിയൻ INTUC പ്രതിഷേധത്തിലേക്ക് നീങ്ങുകയാണെന്ന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് M. രാജൻ പറഞ്ഞു. മനുഷ്യജീവന് ആപത്ത് വരുത്തുന്ന ടിപ്പർ ജോലിക്കാർക്കെതിരെ നടപടികളെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിനോടൊപ്പം പ്രവർത്തിക്കുന്ന സ്റ്റുഡൻസ് ഇൻ പാലിയേറ്റീവ് കെയർ 2015 ജനുവരി 17-ന് JDT ഓഡിറ്റോറിയത്തിൽ പാലിയേറ്റീവ് കെയറിൽ യുവജനതയുടെ ഇടപെടൽ എന്ന വിഷയത്തിൽ സെമിനാർ നടത്തും. ഒക്ടോബർ 11-ന് ചേംബർ ഹാളിൽ സെമിനാറിന്റെ പ്രഖ്യാപനം നടത്തും. ഇതിനോടനുബന്ധിച്ച് ബീച്ചിൽ വൺ ഇന്ത്യ കൈറ്റ് ടീമുമായി ചേർന്ന് പട്ടം പറത്തൽ സംഘടിപ്പിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. കെട്ടിട ഉടമകൾക്കുമേൽ സർക്കാർ അടിച്ചേൽപ്പിക്കുന്ന നികുതി വർധനവുകൾക്കെതിരെ പ്രതിഷേധിക്കാനും പരിഹാരം കാണുന്നതിനുമായി കെട്ടിട ഉടമകളുടെ കൂട്ടായ്മ സംഘടിപ്പിക്കുമെന്ന് കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. പീഡനമുക്തരായി ജീവിക്കുവാൻ അനുവദിക്കുക എന്ന പ്രമേയത്തിൽ നടക്കുന്ന കൂട്ടായ്മ ഒക്ടോബർ 11-ന് ശിക്ഷക് സദനിൽ ചേരും. സംഘടനാ സംസ്ഥാന ജില്ലാ നേതാക്കൾ പങ്കെടുക്കും. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് സന്ദർശിക്കുക. വിലാസം www.jillavartakal.com. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഷഹീദ് ബാവ കൊലക്കേസ് 14 പ്രതികൾ കുറ്റക്കാർ, 5 പേരെ കോടതി വെറുതെ വിട്ടു. ശിക്ഷ വ്യാഴാഴ്ച വിധിക്കും. കേരളം ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുന്ന മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ ഓരോ വീട്ടിലെയും മാലിന്യങ്ങൾ അവിടെ തന്നെ സംസ്കരിക്കാൻ സാധിക്കണമെന്ന് MP MK രാഘവൻ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ പിടിപ്പുകേടും ധൂർത്തും അഴിമതിയുമാണ് ഇപ്പോഴത്തെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമെന്ന് കോടിയേരി ബാലകൃഷ്ണൻ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം. ജില്ലാ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് അടിയുറച്ച വിശ്വാസം, അടിതെറ്റാത്ത പാദങ്ങൾ, പ്രീമിയർ, ദി കിങ് ഓഫ് ഫുട്വെയർസ്.